രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഒന്നാം ഘട്ട വെടിനിർത്തൽ ധാരണ താൽക്കാലികമായി ദീർഘിപ്പിക്കാൻ ഹമാസ് തയ്യാറായതിന് പിന്നാലെയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ഓഫർ ഫോൾക്ക് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധി സംഘമാണ് ചർച്ചയ്ക്കായി ഒരുങ്ങുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഐസൻ ജോസ്, ഇത്തരത്തിലൊരു ആവശ്യം ഖത്തർ ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതുപോലെ തന്നെ ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി പ്രതിനിധികളെ അയക്കാൻ ഒരുങ്ങുകയാണല്ലോ ഇസ്രായേൽ. ഐസൻ. തീർച്ചയായും വിനോദ്, ഇസ്രായേൽ പ്രതിനിധികളെ അയക്കും, ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്ന നിലപാട് ഇക്കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് വ്യക്തമാക്കിയത്. ഓഫർ ഫോക്കിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സംഘം. നേതൃത്വത്തിൽ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ആ സംഘത്തിൽ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ പോലെ ഈ രാഷ്ട്രീയ ഉപദേഷ്ടാവ് കൂടിയായ ഓഫർ ഫോൾക്ക് ചേരുന്നുണ്ട് എന്നതാണ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം. അത്തരത്തിൽ ആ ചർച്ചകൾ തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഈ വെടിനിർത്തൽ ധാരണ 42-ാം ദിവസം വെടിനിർത്തൽ ധാരണ അവസാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വെടിനിർത്തൽ ധാരണ അവസാനിപ്പിക്കാനുള്ള, ഒന്നാം ഘട്ടം ധാരണ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയല്ല ഉള്ളത് എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. ഒന്നാം ഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം സൈന്യത്തെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുക എന്നതാണ് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകം. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിലപാട് അല്ലെങ്കിൽ ആ നീക്കം ഇപ്പോൾ സാധ്യമല്ല എന്ന നിലപാട് വളരെ കൃത്യമായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടികളെല്ലാം തന്നെ ഉണ്ടായത്. അതായത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ആശയത്തെ, അല്ലെങ്കിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലഘട്ടം ദീർഘിപ്പിക്കണമെന്നൊരാവശ്യത്തെ അംഗീകരിക്കാതിരുന്ന ഹമാസ് ഈ അടുത്ത ദിവസങ്ങളിൽ അതിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ചകൾ തുടരാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മോചനവും അതുപോലെ തന്നെ സമാനമായി ഈ ഇസ്രായേലിൻ്റെ തടവിൽ കഴിയുന്ന പാലസ്തീനികളുടെ മോചനവുമാണ് ഇതിനൊരു ധാരണയായി വെച്ചിരുന്നത്. ഈ ധാരണ പ്രകാരം 4 ബന്ദികളെ ഒരാഴ്ച വിട്ടയക്കുമ്പോൾ, ഒരു ശനിയാഴ്ച വിട്ടയക്കുമ്പോൾ സമാനമായി 100ഓളം 200 300ഓളം 300 200 എന്നീ കണക്കിലെല്ലാം തന്നെ യുദ്ധത്തടവുകാരെയും വിട്ടയച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ 600-ലേറെ യുദ്ധത്തടവുകാരെ വിട്ടയച്ചു. 7ഓളം ബന്ദികളെയും 6 ബന്ദികളെയും വിട്ടയക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ബന്ദികളുടെ മോചനവും ഈ യുദ്ധത്തടവുകാരുടെ മോചനവും പരസ്പരം നടത്തുക. ആദ്യഘട്ടത്തിൽ അത് പൂർണ്ണമായതിനു ശേഷം 42 ദിവസം നീളുന്ന ആ ചർച്ചകൾ പൂർണ്ണമായതിനു ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നായിരുന്നു ധാരണ. എന്നാൽ അതിനുള്ള സമയമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ തുടരുകയും താൽക്കാലികമായ സൈനിക വിന്യാസം പിൻവലിക്കാതെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രമായ ഗാസയിൽ തുടരുകയും വേണമെന്ന ഇസ്രായേലിൻ്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തുടർ ചർച്ചകൾ നടക്കുന്നത്. തീർച്ചയായും ഇസ്രായേലിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ കാര്യമായി തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. തീർച്ചയായും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് പങ്കുവച്ചത്.